മോളി പറഞ്ഞ പോലെ 10, +1, +2 ഫുൾ A+ നേടി ഞാൻ പറഞ്ഞ പോലെ നാടിൻ്റെ വിജയമായിട്ട് നിൽക്കുക. ഒത്തിരി വെല്ലുവിളികളും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടു, പക്ഷേ സ്ട്രോങ് ആയിട്ട് വന്നു. ഈ അവസരത്തിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ലോകത്തിന് എസ്തറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇപ്പം നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ അല്ലെങ്കിൽ വീട്ടിൽ നമുക്കത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നമുക്കത് 2 തരത്തിൽ ചിന്തിക്കാം. അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് അതിനെ റിവെഞ്ച് ചെയ്യാമെന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് റിവെഞ്ച് ചെയ്യാമെന്ന് ചിന്തിക്കാം. ഇപ്പം എനിക്ക് സ്കൂളിലുണ്ടായ ഒരു കാരണമാണ് ഞാനിപ്പോൾ എനിക്ക് ഫുൾ A+ കിട്ടിയതിൽ സന്തോഷിച്ച് നിൽക്കുന്നത്. അത് ഞാനൊരു പോസിറ്റീവ് റിവെഞ്ച് ആയിട്ട് എടുത്തു. എനിക്ക് എങ്ങനെ അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ പോകുന്നില്ലെന്നും പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ എനിക്കാണെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇരിക്കാം. കാരണം പഠിക്കുന്നില്ല, അവർ എങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്ന്. പക്ഷെ അത് പോസിറ്റീവായിട്ട് എടുത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ ആരും അറിയത്തില്ല, അറിയുന്നതിനേക്കാൾ ഉപരി എനിക്ക് എത്രയും മാർക്ക് നേടാൻ പറ്റത്തില്ല. ഞാൻ ആ ഒരു പ്രശ്നം ഉണ്ടായതിന് ശേഷമാണ് എനിക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ എനിക്കിത് എന്താണേലും കിട്ടും എന്നൊരു പ്രതീക്ഷയും കൂടെ ഉള്ളത് കൊണ്ടാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് വലിയ കഴിവുള്ള ആളായിട്ടൊന്നും അല്ല എനിക്കിത് കിട്ടിയത്. നമ്മളെ ഈശോയോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും ഈശോയുടെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് തന്നെ വരും. അപ്പോൾ ഏത് മതക്കാരാണേലും എന്ത് ഇതാണേലും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് ചേർന്ന് നിൽക്കുക. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ വിജയം ഞാൻ തന്നെ സ്വന്തം നേടിയെടുത്തതല്ല. ഇപ്പം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. വേറെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. സ്കൂളിൽ സാധാരണ പിള്ളേർ പഠിക്കുന്ന പോലെ തന്നെ സാധാരണ ബെഞ്ചിലിരുന്ന് എല്ലാം സാധാരണയായിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. എനിക്കൊരു സ്പെഷ്യൽ ഇതായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് എനിക്ക് ഇത്രയും കിട്ടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കിത് മനസ്സിലായത് തന്നെ ആ സ്കൂളിലൊക്കെ നടന്ന ഇൻസിഡൻറ്റോ ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കഴിവിനെ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു പ്രതിസന്ധി എന്തെങ്കിലും വരും. പക്ഷെ അത് കണ്ടുപിടിച്ച് പോസിറ്റീവായിട്ട് പോവുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് പോകാൻ കുറച്ച് പാടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെയും ശരിക്കും നല്ല വിഷമം വരുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ തന്നെയും വിഷമം വരും. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് ബാഡായിട്ട് ചിന്തിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് പഠിക്കണ്ട, അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് മിണ്ടണ്ട, അവരെ കുറച്ച് ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ബഹളം വയ്ക്കാം, അങ്ങനെയൊക്കെ. എന്താണെങ്കിലും നമ്മൾ കുറച്ച് ആ ഒരു സമയത്തെ വിഷമം ഉണ്ടെങ്കിലും അത് കഴിയുമ്പോൾ അത് മറന്നു കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിജയത്തിന് പിന്നിൽ ഞാൻ എത്ര ചോദിച്ചാലും എൻ്റെ ഈശോയും മാതാവും അവരാണ്.